ഒരു രാജ്യത്തിന് എത്ര തലസ്ഥാനങ്ങൾ ഉണ്ടാകും? ഒന്നെന്നല്ലേ ഉത്തരം. എന്നാൽ ഒന്നോ രണ്ടോ എന്തിന് 3 തലസ്ഥാനങ്ങൾ വരെയുള്ള രാജ്യങ്ങൾ ലോകത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ എല്ലാം ധാരണകളെ മാറ്റിമറിക്കുന്ന ഒന്നിലധികം തലസ്ഥാനങ്ങളുള്ള ചില രാജ്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സാധാരണയായി ഒരു രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രം, അതായത് സർക്കാർ, കോടതി, പാർലമെന്റ് എന്നിവയെല്ലാം ഒരൊറ്റ നഗരത്തിലായിരിക്കും. അതാണ് ആ രാജ്യത്തിന്റെ തലസ്ഥാനം. എന്നാൽ ചില രാജ്യങ്ങൾ ഈ അധികാരങ്ങളെ പല നഗരങ്ങളിലായി വിഭജിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്? ഇതിന് പിന്നിൽ ചരിത്രപരവും രാഷ്ട്രീയവും ഭൂമിശാസ്ത്രവുമായ ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് ഈ കൗതുകകരമായ രാജ്യങ്ങളെ പരിചയപ്പെടാം. ഒന്നിലധികം തലസ്ഥാനങ്ങളുള്ള രാജ്യങ്ങളുടെ കാര്യം പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന പേര് ദക്ഷിണാഫ്രിക്കയുടേതാണ്. കാരണം ദക്ഷിണാഫ്രിക്കയ്ക്ക് 3 തലസ്ഥാനങ്ങളുണ്ട്. ഒന്ന് പ്രിട്ടോറിയ. ഇതാണ് ഭരണനിർവഹണ തലസ്ഥാനം. പ്രസിഡന്റിന്റെ ഓഫീസും സർക്കാർ മന്ത്രാലയങ്ങളും വിദേശ എംബസികളും എല്ലാം ഇവിടെയാണ്. രണ്ടാമത്തേത് കേപ്പ് ടൗൺ. ഇതാണ് നിയമനിർമ്മാണ തലസ്ഥാനം. അതായത് രാജ്യത്തിന്റെ പാർലമെന്റ് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. മൂന്നാമത്തേത് ബ്ലോംഫോർഡിൻ. ഇതിനെ നീതിന്യായ തലസ്ഥാനം എന്ന് വിളിക്കുന്നു. രാജ്യത്തെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതി ഇവിടെയാണ്. രാജ്യത്തിന്റെ അധികാരങ്ങൾ 3 പ്രധാന നഗരങ്ങളിലായി വിഭജിച്ച് നൽകിയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്ക. ഇനി നമുക്ക് യൂറോപ്പിലേക്ക് പോകാം. നെതർലാൻഡ്. ആംസ്റ്റർഡാം ആണ് നെതർലാൻഡിന്റെ തലസ്ഥാനം എന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അത് ശരിയാണ്, പക്ഷേ അതൊരു ഭാഗികമായ സത്യം മാത്രം. ആംസ്റ്റർഡാം നെതർലാൻഡിന്റെ ഔദ്യോഗിക തലസ്ഥാനമാണ്. രാജ്യത്തിന്റെ സാംസ്കാരിക ഹൃദയവും രാജകീയ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലവും ഒക്കെ അതാണ്. എന്നാൽ രാജ്യത്തിന്റെ ഭരണം നടക്കുന്നത് മുഴുവൻ ഹേഗ് എന്ന മറ്റൊരു നഗരത്തിൽ നിന്നാണ്. പാർലമെന്റും സുപ്രീം കോടതിയും പ്രധാനമന്ത്രിയുടെ ഓഫീസുകളും എല്ലാം ഹേഗിലാണ്. നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയുടെ കാര്യം എടുത്താലോ, കൊളംബോയാണ് അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ നഗരം. പക്ഷേ ശ്രീലങ്കയുടെ ഔദ്യോഗിക തലസ്ഥാനം ശ്രീ ജയവർദ്ധനപുര കോട്ടയാണ്. പാർലമെന്റ് സമ്മേളിക്കുന്നത് ഇവിടെയാണ്. എന്നാൽ പ്രസിഡന്റിന്റെ ഓഫീസ്, പ്രധാന മന്ത്രാലയങ്ങൾ തുടങ്ങിയ ഭരണപരമായ കാര്യങ്ങൾ ഇപ്പോഴും കൊളംബോയിൽ നിന്നാണ് നടക്കുന്നത്. അതുകൊണ്ട് കൊളംബോയെ ശ്രീലങ്കയുടെ സാമ്പത്തിക ഭരണ തലസ്ഥാനം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇതുപോലെ വേറെയുമുണ്ട് രാജ്യങ്ങൾ. തെക്കൻ അമേരിക്കൻ രാജ്യമായ ബോളിവിയയ്ക്ക് 2 തലസ്ഥാനങ്ങളുണ്ട്. ഭരണഘടനയും നീതിന്യായ സുക്രയും സർക്കാർ സംവിധാനങ്ങൾ ലാ പാസിലും പ്രവർത്തിക്കുന്നു. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ മലേഷ്യയുടെ ഔദ്യോഗിക തലസ്ഥാനം ക്വാലാലംപൂർ ആണ്. എന്നാൽ ക്വാലാലംപൂരിലെ തിരക്ക് കുറയ്ക്കാനായി ഭരണപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പുത്രജയ എന്ന പേരിൽ പുതിയ നഗരം തന്നെ അവർ നിർമ്മിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള പ്രധാന സർക്കാർ കാര്യാലയങ്ങൾ ഇന്ന് പുത്രജയിലാണ്. ഈ ഒരു രീതി മാറ്റുന്ന രാജ്യങ്ങളും തുടരുന്നുണ്ട്. അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇന്തോനേഷ്യ. അവരുടെ തലസ്ഥാനമായ ജക്കാർത്ത ജനത്തിരക്ക് കൊണ്ടും ഗതാഗത കുരുക്ക് കൊണ്ടും വീർപ്പുമുട്ടുകയാണ്. അതുകൊണ്ട് അവർ ബോർണിയോ ദ്വീപിൽ നുസന്തര എന്ന പേരിൽ ഒരു പുതിയ തലസ്ഥാന നഗരം നിർമ്മിക്കുകയാണ്. നിർമ്മാണം പൂർത്തിയായ ഇന്തോനേഷ്യയുടെ ഭരണസിരാ കേന്ദ്രം അവിടേക്ക് മാറും.